ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ, ഞാനൊരു ഓർഫണേജുമായിട്ട് ബന്ധപ്പെട്ടു. ഉറപ്പായിട്ടും സാർ, പ്രകാശ് ഒരു കാര്യമേറ്റാൽ അത് ചെയ്തിരിക്കും. സൂക്ഷിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. പ്രകാശേട്ടാ, മനോജെ, എന്താണത്? നീ എന്തവിടെ? വേറെ ജോലിയൊന്നും കിട്ടിയില്ല. എന്നും അമ്മായിശന്റെ മുന്നിൽ കൈ നീട്ടാനും നട്ടല് വളയ്ക്കാനും എനിക്ക് വയ്യ. നിനക്കേ വട്ട, അല്ലെങ്കിൽ ഈ ബംഗാളികളിലൂടെ ഇവിടെ. ഇപ്പോഴേ ഞാൻ ഇങ്ങനെ ഈ ഗതിയിൽ അതിന് കാരണം ഏട്ടനും കൂടെയാ. മനോജെ, നീ അനാവശ്യം പറയല്ലേ. ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, സന്തോഷമുണ്ട്. എന്നെയും കൂട്ടുപിടിച്ച് നിങ്ങൾ ആ പാവ അച്ഛനും അമ്മയും കോടതി കയറ്റിയില്ലേ? അതിന്റെയൊക്കെ ശാപമാ ഞാനിപ്പോ ഈ അനുഭവിക്കുന്നത്. കല്ല് ചുമന്നും മണ്ണ് ചുമന്നും ഒക്കെ ആ ശാപം നിറക്കി വെച്ചോട്ടെ. ഞാൻ അതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും കൂടിയാ. അന്ന് ആ കേസ് വിജയിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, നിനക്കേ ഇതുപോലെ ബംഗാളികളുടെ ഇടയിൽ കിടന്ന് പണിയെടുക്കേണ്ട ഒരാവശ്യം വരില്ലായിരുന്നു. വേണ്ട, ഇനി ഏട്ടന്റെ പുതിയ ഉപദേശങ്ങളൊന്നും എനിക്ക് വേണ്ട. ദയവ് ചെയ്തൊന്ന് പോയി തരുമോ? മനോജേട്ടാ, ഒന്നിങ്ങോട്ട് വരാമോ? ഞാൻ പോട്ടെ, അല്ലെങ്കിലേ ഈ ജോലിയും കൂടെ പോവും. ബംഗാളികൾക്ക് ശരീരം അനങ്ങാതെ പറ്റിച്ചു നിന്നും ശീലമൊന്നുമില്ല. അതിൽ PhD എടുത്ത ഏട്ടൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നാലേ ബംഗാളികളും കൂടെ ചീത്തയായി പോവും. ചുമ്മാതല്ലടാ നീ പരുവത്തിലായത്. നീയേ ഒരിക്കലും നന്നാവില്ല. അറിയോ ഏട്ടാ, ഏട്ടനോടൊപ്പം നടന്ന ഞാൻ നന്നാവില്ല എന്നുള്ള ആദ്യത്തെ പാഠം പഠിച്ചത്. അച്ഛനെയും അമ്മയും കുടുംബക്കാരെയും എല്ലാരും ഞാൻ വെറുപ്പിച്ചു. അതും ഏട്ടന്റെ വാക്ക് കേട്ട്. പ്രസവിച്ച് നൊന്തു വളർത്തിയ അമ്മയെ പോലും ഞാൻ കോടതി കയറ്റി. രാപ്പകലില്ലാതെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ അച്ഛനെ ഏട്ടന്റെ വാക്കേട്ട് ഞാൻ വെറുത്തു. ആ പാവം മനുഷ്യനെ വെറുക്കാൻ മാത്രം എന്റെ അച്ഛൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങള് ദുഷ്ടനാ, ആട്ടും തോലിട്ട ചെന്നായ, മുട്ടനടികളെ തമ്മിലടുപ്പിച്ച് ചോര കൊതിയോടെ കുടിക്കുന്ന ചെന്നായ. നിങ്ങളെപ്പോലൊരു നീചൻ ഈ ഭൂമി മലയാളത്തിൽ കാണില്ല. ചെയ്ത പാപങ്ങൾ മുഴുവൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നന്നാവാൻ നോക്ക്. പാവന്റെ ഏട്ടത്തെയും ഗോകുലിനെയും നന്നായി നോക്ക് നിങ്ങള്. ആ പാവം ഗോകുലിനെങ്കിലും നിങ്ങളുടെ ഈ സ്വഭാവം വരാതിരിക്കാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ചെല്ലു. ശ്യാം എന്താ ഫോൺ എടുക്കാത്തത്? വർഷയാണല്ലോ. ഹലോ വർഷ. ഹലോ ശ്യാമേ, നീ എന്താ ഫോൺ എടുക്കാത്തേ? അയാൾ എന്നെ വിളിച്ചിരുന്നു. ആര്? വിക്രമോ? അതെ. എന്നിട്ട്? അയാൾ എന്നെ തിരിച്ചറിഞ്ഞു. എനിക്ക് പേടിയാവുന്നു. എനിക്ക് ആരുമില്ല ശ്യാമേ. എന്താ വർഷ ഇത്? ആരും ഇല്ലാത്തവളാണ് നീയെന്ന് ആരാ പറഞ്ഞത്?
നിനക്ക് ഞാനുണ്ട്. ശ്യാമേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക്. നീ പേടിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല. നിന്നോടൊപ്പം എന്തിനും ഏതിനും ഞാനും കൂടെ ഉണ്ടാവും. ശ്യാമേ, നീ ഒന്ന് വീഡിയോ കോൾ ചെയ്യോ? നിന്റെ മുഖം കണ്ടാലേ എന്റെ മനസ്സിലൊരു സമാധാനം കിട്ടൂ. ചെയ്യാം. പക്ഷേ നീ പേടിക്കണ്ട. എന്റെ മുഖം കണ്ടപ്പോ നിനക്ക് സന്തോഷമായില്ലേ? ഞാൻ എന്നും കൂടെ ഉണ്ടാവും. പേടിക്കണ്ട. അതാ എന്റെ ധൈര്യം. പ്രകാശേട്ടൻ ഇതെങ്ങോട്ടാ? നിനക്കെന്താ വേണ്ടത്? വീട്ടു സാധനങ്ങളൊക്കെ തീർന്നു, അതൊക്കെ വാങ്ങണം. ആ, നീ ലിസ്റ്റ് എഴുതി വെക്കേ, ഞാൻ പോയി വന്നിട്ട് വാങ്ങാം. ഹലോ, എന്താ പ്രകാശ ഫോൺ എടുക്കാനൊരു താമസം? അത് ഞാൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു സാർ. ആ, കുളിച്ചോ. പക്ഷെ നീ കുറുപ്പിനെ കുളിപ്പിച്ച് കിടത്താൻ നോക്കല്ലേ സാർ. ഞാൻ ആ ഏൽപ്പിച്ചവര് എന്താടാ? സാർ, ഞാനതിന്റെ കാര്യമായിട്ട് ഇറങ്ങാൻ പോവാ. പ്രകാശേട്ടന്റെ സംസാര രീതികളൊക്കെ കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നുന്നുണ്ടല്ലോ. ഇനി ഏത് പാതാളക്കുഴിയിലാ ചെന്ന് ചാടാൻ പോന്നെന്ന് അറിയാൻ വയ്യല്ലോ എന്റെ ഭഗവാനെ. സാർ, ഞാനൊരു ഓർഫണേജുമായിട്ട് ബന്ധപ്പെട്ടു. ഉറപ്പായിട്ടും സാർ, പ്രകാശ് ഒരു കാര്യമേറ്റാൽ അത് ചെയ്തിരിക്കും. സൂക്ഷിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ, നിന്റെ ജീവന് വേണ്ടി. പിന്നെ വല്ല ഉടായ്പ ഉറക്കിയ സംഗതി പാളിപ്പോയാ പ്രകാശ, നീ പിന്നെ പ്രകാശമല്ല, ഇരുട്ട, കുറ്റിരുട്ട്. നിന്റെ ജീവിതം തന്നെ കൂരിരുട്ടിലായി പോടാ. അറിയാലോ ഈ കുറിപ്പിനെ? ഇല്ല സാർ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. പാലിക്കണം, അല്ലെങ്കിൽ മാനത്തെ കൊട്ടാ